വാരീസ് എനർജി ഇന്ന് ഈ കമ്പനിയുടെ ഓഹരിയിൽ വളരെ ശക്തമായിട്ടുള്ള ഇടിവ് രേഖപ്പെടുത്തി ഏകദേശം 6.89% നഷ്ടത്തോടു കൂടിയാണ് ഈ ഒരു ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത്. 3207 രൂപയിലാണ് ക്ലോസിംഗ്. ഒരവസരത്തിൽ 3198 എന്ന് പറയുന്ന വളരെ ലോ ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. സോളാർ മൊഡ്യൂൾ രംഗത്ത് അല്ലെങ്കിൽ സോളാർ പാനലുകൾ നിർമ്മിക്കുന്ന ഈ കമ്പനി നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് വളരെ സുപരിചിതമാണ്. കാരണം സോളാർ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാ നിക്ഷേപകരും പരിഗണിക്കുന്ന ഒരു ഓഹരി കൂടിയായിരുന്നു വാരീസ് എനർജി. കഴിഞ്ഞ ഒരു 6 മാസം കൊണ്ട് 35% ഈ കമ്പനി റിട്ടേൺ നൽകിയിരുന്നത് ഷെയർ ഹോൾഡേഴ്സിന്. കഴിഞ്ഞ ഒരു 2025 ജനുവരി മുതൽ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ എടുക്കുന്ന കണക്കെടുക്കുമ്പോൾ 15% റിട്ടേണും ഇൻവെസ്റ്റേഴ്സിന് നൽകിയിട്ടുണ്ട്. ഈ കമ്പനിക്ക് മുകളിൽ വലിയൊരു അലിഗേഷൻ വന്നിരിക്കുകയാണ് US ഗവൺമെൻറ്, അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെത്. അവരുടെ കസ്റ്റം, അതായത് അമേരിക്കൻ അലയൻസ് ഫോർ സോളാർ മാനുഫാക്ചറിംഗ് ട്രേഡ് കമ്മിറ്റി, അവിടുത്തെ അമേരിക്കയിലെ പ്രധാനപ്പെട്ട സോളാർ മൊഡ്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു കമ്മിറ്റിയാണിത്. അവർ പറഞ്ഞിരിക്കുന്നത് ഈ കമ്പനി ടാക്സ് വെട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് വാരീസ് എനർജി ചൈനയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്ന സോളാർ മൊഡ്യൂളുകളും സോളാർ പാനലുകളും ഒക്കെ തന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റിക്കർ ഒട്ടിച്ചിട്ടാണ് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ടാക്സ്, ഒന്നാമത് US-ന് ചൈനയിൽ നിന്നുള്ള സോളാർ മൊഡ്യൂളുകൾ വേണ്ട, അവർക്കത് താല്പര്യമില്ല. പക്ഷേ അവർ ഈ വാരീസ് എനർജി ഇന്ത്യയിലുള്ള കമ്പനിയാണ്. അത് അവർ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് ചൈനയിൽ നിന്നും പിന്നീട് അത് US-ലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ അവിടെ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ലേബിളിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ കൗണ്ടർ വീനിങ് ഡ്യൂട്ടി, ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി ഒന്നും അടക്കാതെയാണ് ഇത് അവിടെ വരുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് ഇന്ത്യയിൽ നിന്നുള്ള ടാരിഫ് ആപ്ലിക്കബിൾ അല്ല. അതുകൊണ്ട് ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ടിന് ഓൾറെഡി നല്ല താരിഫാണ് US ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് മുമ്പേ ഈ ഒരു താരിഫൊക്കെ വരുന്നതിന് മുമ്പേ അവർക്ക് ഈ സോളാർ മൊഡ്യൂൾസിനും സോളാർ PVസിനൊക്കെ വലിയ രീതിയിലുള്ള താരിഫുണ്ട്. അതൊക്കെ വെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അസോസിയേഷൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ മനസ്സിലായി ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഈ വാരീസ് എനർജീസിൻ്റെ PVസും സോളാർ മൊഡ്യൂൾസും ഒക്കെ തന്നെ ഏറ്റവും വിലക്കുറവിൽ അമേരിക്കൻ മാർക്കറ്റുകളിൽ കിട്ടുന്നതെന്നുള്ളത്. ഈ ഒരു ടാക്സ് വെട്ടിപ്പാണ് കാരണമെന്നാണ്. സോ ഏതായാലും കമ്പനി പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഏതൊരു ഇൻവെസ്റ്റിഗേഷനുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകും. ടാക്സ് വെട്ടിപ്പ് ഇതിപ്പോൾ 1 വർഷമല്ല, 2 വർഷമല്ല, 3-4 വർഷമായിട്ടാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ കസ്റ്റംസിൻ്റെ കണ്ടെത്തലുകൾ വന്നിരിക്കുന്നത്. ഏതായാലും കമ്പനിയെ സംബന്ധിച്ചിട്ട് നിയർ ടേമിൽ വളരെ ഒരു കലുഷിതമായ സമയമായിരിക്കും. പ്രത്യേകിച്ചും ഇന്ത്യ-അമേരിക്ക ബന്ധം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇന്ത്യയിലുള്ള ഒരു കമ്പനി അവിടെ പോയിട്ട് ട്രാപ്പ് ചെയ്യപ്പെടുന്നത്. അതിനു പുറമെ ഇവർ ഈ അടുത്തതായിട്ട് ടെക്സാസിൽ, ബ്രൂക്ക്ഷയർ ടെക്സാസിൽ ഇവരുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റിയൊക്കെ തുടങ്ങി. അവരവിടെ നിന്നും റിന്യൂവബിൾ എനർജി, അതായത് അവിടെ നിന്നും പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇന്ത്യയിലുള്ള ഒരേ ഒരു റിന്യൂവബിൾ എനർജി കമ്പനിയാണ് അമേരിക്കയിൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തതെന്നൊക്കെ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏതായാലും വാരീസ് എനർജി